ഹായ് ഗൈസ്, ഇന്ന് ഷോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാൻ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. ഷോപ്പിൻ്റെ തൊട്ടിപ്പുറത്ത് ഹോട്ടലും തൊട്ട് താഴത്തായിട്ട് സൂപ്പർ മാർക്കറ്റും ഉള്ളതുകൊണ്ട് കയ്യിലെ പൈസ തീർന്നു പോകണം എങ്ങനെയാണെന്ന് അറിയില്ല. ആദ്യം കുറച്ച് ചെറുവെള്ളം ഉണ്ടായിരുന്നു, അത് എടുത്തു. പിന്നെ ഇപ്പം അങ്ങനെ രാവിലെ വീട്ടിലിരിക്കാത്തവരോടൊന്നും അറിയില്ല. ചെറുവെള്ളം 2.5 കിലോ 100 എന്ന് പറഞ്ഞ വണ്ടി വരാറില്ല. ശേഷം നേരെ ഈ സെക്ഷനിലേക്ക് വന്നു. കെലോഗ്സ് ചോക്കോസ് അല്ല എടുക്കുന്നത്. പിന്നെ തൊട്ട് താഴെ വയ്ക്കുന്ന പൊടിയപ്പാണ്. അങ്ങനെ പൊടിയപ്പ് എടുത്തു. ഇവിടെ വന്നിട്ട് ഈ ഐറ്റംസ് ഒന്നും എടുക്കണേ. പിന്നെ എടുക്കുന്നത് പോപ്കോണാണ്. പോപ്കോൺ വയ്ക്കാനുള്ള ഈ കവറുകൾ 2, 3, 4 എണ്ണം എടുത്തു. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് തീറ്റ കൂടുതലാണ്. പിന്നെ എന്താത്തിലും കെമിക്കലായതുകൊണ്ട് ഒന്നിനൊന്നിനും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ആ പോപ്കോണും എടുത്ത് അതിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു. എല്ലാം നോക്കി സമയമില്ലാതെ സമയമാണ്. ഏതെങ്കിലും ഒന്ന് വാരി പറക്കിയിട്ടാൽ മതി. എന്നാൽ അവിടെ നിന്ന് അതിൻ്റെ ഫ്ലേവറും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയാണ് അവസാനം ഈ ഒരു കോംബോ സാധനം തിരഞ്ഞെടുത്ത് ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കിയത്. പിന്നെയും തപ്പലായിരുന്നു. അത് വേണോ ഇത് വേണോ വേറെ ഒരെണ്ണം കൂടി എടുക്കാം. അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ഈ സാധനം പറക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ടു. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു ഈ പോപ്കോൺ. പിന്നെ തിയേറ്ററിൽ പോയി കഴിച്ച് ചീസ് പോപ്കോൺ ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തുനിന്ന് തിന്ന് അതും അങ്ങനെ. പിന്നെ ഒരു ഫില്ല് പാക്കറ്റ് നിറച്ച് മുട്ടയുണ്ടായിരുന്നു, അതെടുത്തു. അതായിരിക്കത്തേക്ക് വെച്ചു. എൻ്റെ ബുദ്ധിപരമായ നീക്കം കണ്ട് എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഈ മുട്ട പൊട്ടാതെ വീട്ടിലെത്തിയത് തന്നെ സാരില്ല. അതോടത്തെ ചെറുപയറാണ്. ഇത് നോക്കി, ഇതിപ്പോൾ നമ്മൾ വീട്ടിലങ്ങനെ ഒത്തിരി ഉണ്ടാക്കാറില്ലാത്തത് തുടച്ചു. പിന്നെ പാക്കറ്റിലെ വില കുറച്ച് കൂടുതലായിരുന്നേ. ഇനിയിപ്പോൾ പരിപ്പും പിന്നെ എന്തുകൊണ്ടാണ് ഉഴുന്ന്, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ടാണ് അതിൽ ഏതാ സാധനം എടുക്കേണ്ടത് ഏതാണ് എടുക്കാനുള്ളതെന്ന് നോക്കാൻ. ഇത് വെള്ളപ്പയറാണെന്ന് കൺഫേം ചെയ്യാനൊരു ഇതിനടുത്ത് ചോദിച്ചു. അപ്പോൾ അവൾ അതിന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെടുത്തു. പക്ഷെ താഴത്ത് നോക്കിയപ്പോൾ ചെറിയ പാക്കറ്റ് വേണു. അങ്ങനെ വലിയ പാക്കറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ചെറിയ പാക്കറ്റ് എടുത്തു. ബാക്കിയുള്ള സാധനത്തിന് ചെറിയ പാക്കറ്റ് ഉണ്ടോയെന്ന് അങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ചെറിയ പാക്കറ്റ് എല്ലാത്തിനും നോക്കി അന്വേഷിച്ചപ്പോൾ ഇതിൽ പറയുകയാണ് ഇതിൻ്റെ കിളി പോയിരിക്കണതാണ്. ഏതായാലും സാരമില്ല, നമുക്ക് ഒത്തിരി വിലയുടെ വേണ്ടല്ലോ. അങ്ങനെ കുഞ്ഞു പാക്കറ്റ് എല്ലാത്തിൻ്റെ എടുത്തു. 30 രൂപ കണ്ടായിരുന്നു വില എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഉണക്കമുളക് വാങ്ങിയപ്പോഴാണ് സൂപ്പർ മാർക്കറ്റ് നമ്മുടെ നോർമലായിട്ടുള്ള പലചരക്ക് കടയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. പിന്നെ പഞ്ചസാര, അത് 2 പാക്കറ്റ് വാരിയിട്ടു. എല്ലാ സാധനങ്ങളുമായിട്ട് ദുബായ്ക്ക് എയർപോർട്ടിൽ പെട്ടിയായിട്ട് പോകണ പോലെ ഞാൻ പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയൊരു പപ്പടം പോലത്തെ സാധനമാണ്. അത് നോക്കി 80 രൂപയായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചാൽ അവിടെ വെച്ചു. പിന്നെ നമ്മളെ നോർമൽ പപ്പടം എടുത്തു. പണ്ടൊക്കെ ഒരിടത്ത് എല്ലായിടത്തും ഇങ്ങനെ കുഞ്ഞ് പപ്പടം കിട്ടുമായിരുന്നു, തീരെ കുഞ്ഞത്. ഇപ്പം അതങ്ങനെ ഒത്തിരി കിട്ടാനില്ല. അത് കിട്ടുവാണെങ്കിൽ മേടിക്കണം. ഇതിപ്പോൾ ഈ അരിപ്പ, ഇത് ശരിക്കും ആവശ്യമില്ലായിരുന്നു, എന്നാലും കൊടുത്തതാണ്. പിന്നെ നമ്മുടെ ഗ്യാസ് കത്തിക്കാനൊരു കുണ്ടാമണ്ടിയുള്ളൂ, ലീറ്റർ. ആ സാധനം ഒരെണ്ണം എടുത്തു. അത് കുറേ നാളായെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞേൽപ്പിച്ചാലും ഞാനത് കടയിലെത്തുമ്പോഴത്തേക്കും പാതിമുക്കാൽ കാര്യങ്ങളും മറക്കും. തുണിക്കടയിലായാലും സൂപ്പർ മാർക്കറ്റിലായാലും പാത്രക്കടയിലായാലും എവിടെ കയറിയാലും ഒന്ന് ഇറങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലായിടത്തും കൂടി ഒന്ന് കറങ്ങി. ഇതൊന്നും ആവശ്യമുള്ള സാധനങ്ങളല്ല, എന്നാലും വെറുതെ ഒന്ന് തൊട്ടും പിടിച്ചും കണ്ടും ഇങ്ങനെ പോകണം. സമയമില്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തതിന് സഹായിക്കുന്ന ഇതിലേക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അതിൻ്റെ ഇടയ്ക്ക് ആട്ടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ കയറി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ 3-4 കടകൾ നിർത്തി ഓരോന്ന് വാങ്ങും പോലെ വേണ്ട, എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് വീട്ടിൽ പോവാം. മറ്റേ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ പ്ലേറ്റ്, ഗ്ലാസ്, വീട്ടിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് വാങ്ങിയിട്ട് പോകാം. അതുകൊണ്ടാണല്ലോ ഇതിനെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയണത് എന്ന് ഞാൻ കരുതുന്നു. സ്ഥലം എവിടെയാണെന്നോ സമയമുണ്ടോയെന്നൊന്നും നോക്കണ്ട. കണ്ണാടി കണ്ടാൽ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം. അങ്ങനത്തെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി വറുക്കാനും പൊരിക്കാനും കുറച്ച് എണ്ണ മേടിക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. നമ്മൾ സ്വന്തമായിട്ട് സാധനം മേടിക്കുമ്പോഴാണ് എല്ലാം ഇങ്ങനെ പിടിച്ച് വാങ്ങി തുടങ്ങുന്നത്. പിന്നെ പൊന്നമ്മ വന്നു. പൊന്നമ്മയ്ക്ക് ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പൊന്നമ്മയുടെ ഇതിലും ടാറ്റ പറഞ്ഞു പോയി. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ അവൾക്ക് ഹാപ്പി ക്രിസ്മസും പറഞ്ഞു വണ്ടിക്ക് കാറ്റ് പിടിച്ച് വീട്ടിൽ പോന്നു. അപ്പം അത്ര